നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ തൂക്കി ചുമന്ന കരങ്ങളോടെയല്ല, തൂക്കി ത്രിവർണ്ണ കരങ്ങളോടെ നമുക്ക് പറയേണ്ടി വരും. തൂക്കിയിരിക്കുകയാണ് കോൺഗ്രസ് അടിമുടി. പക്ഷെ ഇപ്പോഴും നമുക്ക് കോൺഗ്രസ് വിജയിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്റ്റാറ്റസ് ഇടാൻ പോലും കഴിയില്ല. കാരണം ക്യാപ്സ്യൂളുകൾ അപ്പാടെ വിഴുങ്ങി, AKG സെന്ററിലെ ക്യാപ്സ്യൂളുകൾ അപ്പാടെ വിഴുങ്ങിയ ചില ടീംസ് ഉണ്ട്. അവരെ തോറ്റു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് പാട്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷവും പെൻഷൻ കൃത്യമായി കിട്ടി, KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടി, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് കേരളം മികച്ച വിജയം കാണിച്ചു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് CPM തോറ്റു എന്ന ചോദ്യത്തിന് അവർ പറയുന്ന ഉത്തരം തോറ്റതല്ല, തോറ്റു തന്നതാണ്. എങ്ങനെയാണ് കോൺഗ്രസ് 5 വർഷം ഇനി ഭരിക്കുന്നത് എന്ന് അറിയണ്ടേ? അതുകൊണ്ട് കോൺഗ്രസിനെ വിജയിപ്പിച്ചത് CPM ആണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണല്ലേ പടച്ചുവിടുന്നത്. നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്പർ 1 കേരളത്തിൽ നമ്പർ 1 മേഖല എന്ന് എപ്പോഴും പറയുന്നത് ആരോഗ്യ മേഖലയാണല്ലോ. ആര് പറയുന്നത്? സാധാരണക്കാരായ ജനങ്ങളല്ല, ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖല ഭരിച്ചിരുന്ന മന്ത്രി വീണ ജോർജ് അടിമുടി ഉളുക്കി വീണിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. വീണ ജോർജിനെ തറ പറ്റിക്കാതെ അല്ലെങ്കിൽ നിലം തൊടിയിക്കാതെ വീണ ജോർജിനെ അബിൻ വർക്കി പറപ്പിച്ചു എന്ന് വേണം പറയാൻ. പോസ്റ്റൽ വോട്ടുകൾ എണ്ണാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം അവസാനിക്കാൻ പോകുന്ന, അതായത് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി അവസാനിപ്പിക്കാൻ പോകുന്ന ഈ സമയത്ത് പോലും അബിൻ വർക്കിയുടെ കുതിപ്പാണ് കണ്ടുവന്നത്. ഒരു ഘട്ടത്തിൽ പോലും, ഒരിടത്തു പോലും, നേരിയ തോതിൽ പോലും അബിൻ വർക്കിയെ തോൽപ്പിക്കാൻ വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അബിൻ വർക്കി അടിമുടി വിജയിച്ചു കയറി. ഒരു സുനാമി കൊടുങ്കാറ്റിൽ, UDFന്റെ സുനാമി കൊടുങ്കാറ്റിൽ തീർച്ചയായും വീണ ജോർജിനും അടിപതറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് തന്നെയാണ് വ്യക്തമായി നമുക്ക് തെളിവുകളും സൂചിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്ന് തന്നെ നോക്കുന്നു. പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കളമശ്ശേരി, പറവൂർ തുടങ്ങിയ എല്ലായിടങ്ങളിലും UDF തൂത്തുവാരി എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഉഷ വിജയൻ, സണ്ണി ജോസഫ്, T സിദ്ദിഖ് തുടങ്ങിയവരൊക്കെ തന്നെ വിജയം കണ്ടിരിക്കുകയാണ്. മാത്രമല്ല അബിൻ വർക്കി ഏകദേശം 10,000-ൽ പരം ഭൂരിപക്ഷത്തിലോടുകൂടി വിജയിക്കാനുള്ള സാധ്യത അത് തന്നെയാണ് ഇപ്പോൾ അവസാന നിമിഷവും കണ്ടുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കവേ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പിന്തുണ UDFന്റെ അബിൻ വർക്കി, അതായത് ആരോഗ്യമന്ത്രിയെ വീണ ജോർജിനേക്കാൾ പിന്തുണ ഇവിടെ ഏറുകയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 100 സീറ്റ് ഇതാ പിടിച്ചിരിക്കുകയാണ് UDF എന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അബിൻ വർക്കിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്നൊക്കെ പറയുന്നത് വളരെ മികച്ചതായിരുന്നു എന്നുള്ളതാണ്. വീണ ജോർജിനെ ഇരുത്തിക്കൊണ്ട് പോലും അബിൻ വർക്കി കാര്യങ്ങൾ നീക്കിയത് നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ്. 2016 7,646 വോട്ടിനും 2021 19,003 വോട്ടിനും വിജയിച്ച വീണ ഇത്തവണ പരാജയത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. 2 മാസം മുമ്പ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ വീണ ജോർജിന്റെ കഴുത്തിൽ പരിക്കേറ്റത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ വീണ ചികിത്സയിലിരുന്നപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസ് ഓഫീസുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുകയും പ്രതി ചേർക്കപ്പെട്ട ഒരാളുടെ വീട്ടിന് നേരെ ബോംബെറിയുകയും ഉണ്ടായി. മുഖ്യമന്ത്രി ഉൾപ്പെടെ വീണ ജോർജിനെ കാണാൻ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രിയുടെ ഗൺമാന്റെ പരാതിയിൽ പോലീസ് KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നായിരുന്നു പരാതി. എന്നാൽ ആയുധം കൊണ്ട് ആക്രമിച്ചില്ലെന്നാണ് സംഭവ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം മൊഴി നൽകിയത്. അതുമാത്രമല്ല, ഒരു ദൃശ്യം പോലും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും അബിൻ വർക്കി പിന്നിൽ വരുന്നു, വീണ ജോർജ് മുന്നിലേക്ക് പോകുന്ന കാഴ്ച തന്നെയാണ് കണ്ടുവരുന്നത്. പ്രതിഷേധത്തിനിടെ ഉണ്ടായ ഉന്തിലും തള്ളിലുമാണ് കഴുത്തിന് പരിക്കേറ്റതെന്ന് പിന്നീട് വീണ ജോർജ് മൊഴി നൽകി. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്ന പേരിലാണ് KSU പ്രവർത്തകരെ റിമാൻഡിലാക്കിയത്. മാത്രമല്ല, സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തുണ്ടായ പല തിരിച്ചടികളും വീണ ജോർജിനെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരാജയത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളായി മാറി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ചതും വീണ ജോർജ് മന്ത്രിയായിരിക്കെയാണ് എന്ന കാര്യവും മറക്കണ്ട. കൈക്ക് ഗുരുതരമായ
ഗുരുതരമായി പരിക്കേറ്റ് പോയപ്പോൾ കൈവിരൽ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ കാര്യം ആരും മറക്കണ്ട. തൊണ്ടയിൽ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പോൾ തൊണ്ടയ്ക്കകത്ത് പല ബ്ലൈഡുകളും വെച്ചു മറന്ന കാര്യം ആരും മറക്കണ്ട. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിനകത്ത് അത് ഒരു കത്രിക കുടുങ്ങി, അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞതും ആരും മറക്കണ്ട. അങ്ങനെ 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 പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്പർ വൺ എന്ന് നാഴിക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന കാര്യത്തിൽ ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പലയിടത്തെ ഭൂരിപക്ഷങ്ങളും 25,000, 35,000, 20,000, 42,000 എന്നൊക്കെയായി മാറുന്നു. തൊടുപുഴയിലാണ് 42,000 വരുന്നത്. അപ്പോ അതായത് പല തെരഞ്ഞെടുപ്പ് സിറിയക് തോമസ് ജയിച്ചു എന്നുള്ള വരുന്നു. ചാണ്ടി ഉമ്മൻ ജയിച്ചു. 52,000 വോട്ടുകൾക്കാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചിരിക്കുന്നത്. നാട്ടകം സുരേഷ് ജയിച്ചിരിക്കുന്നു. കെ ബിനിമോൾ ജയിച്ചിരിക്കുന്നു. മോൻസ് ജോസഫ് ജയിച്ചിരിക്കുന്നു. എം ലിജു ജയിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല വിൻ ചെയ്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല, സജി ജോസഫ് ലീഡ് ചെയ്യുന്നു. ഷാനിമോൾ ഉസ്മാൻ ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പലയിടങ്ങളിലും കോന്നിയിൽ 851 കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോന്നിയിൽ ആരാണ് ജയിക്കാൻ പോവുക എന്നൊരു കാര്യം മാത്രമാണ്. ചാത്തന്നൂരിൽ NDA ആണ് നിലവിൽ ഇപ്പോൾ വിജയിച്ച് കയറുന്നത് എന്ന് മനസ്സിലാകുന്നു. ചാത്തന്നൂരിൽ NDA ആണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ജയിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാട്ടക്കടയിൽ UDF ആണ്. നേമത്ത് NDA രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മുന്നോട്ട് കുതിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. രാജീവ് ചന്ദ്രശേഖർ ഏകദേശം 4,000-ൽ പരം വോട്ടുകൾക്ക് ആണ് ഇപ്പോഴിതാ വിജയം പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഏകദേശ അവസാന റൗണ്ടുകളും എണ്ണി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഈ വി ശിവൻകുട്ടി ആദ്യഘട്ടം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ വി ശിവൻകുട്ടി ജയിച്ചിരുന്നുവെങ്കിലും നോക്കുക, ചാണ്ടി ഉമ്മൻ 84,031 വോട്ടുകളാണ് ആകെ നേടിയിരിക്കുന്നത്. 31,124 വോട്ട് LDF നേടാൻ സാധിച്ചു. 11,544 വോട്ട് തീർച്ചയായിട്ടും അവിടെ BJP നേടി എന്നത് നമുക്ക് എടുത്തു പറയണം. 11,000-ന് മുകളിൽ വോട്ട് ഉയർത്താൻ സാധിച്ചത് BJPക്ക് വലിയ കാര്യം തന്നെ. പക്ഷേ ഒരു മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്ന ഒരു ഭൂരിപക്ഷം തന്നെയാണ് തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ അവിടെ നേടിയെടുത്തതെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചാണ്ടി ഇത്രയും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കുമെന്നത് തന്നെയാണ്. ധർമ്മടത്ത് എന്താണ് നിലവിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ധർമ്മടത്ത് തീർച്ചയായിട്ടും അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്തിരുന്നത്. UDF സുനാമി വീശിയടിച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. UDF സുനാമിയിൽ വീണ ജോർജൊക്കെ നിലംപതിച്ചു പോയി എന്ന് വേണം പറയാൻ. എന്തായാലും CM ലോഡിംഗ്.